മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൺകുട്ടികളിൽ നിന്നും അതുപോലെ പെൺകുട്ടികളിൽ നിന്നുമാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം. സോ മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പുതിയൊരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് ഇന്ത്യൻ എയർഫോഴ്സ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വേക്കൻസി, ബാക്കിയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. അപേക്ഷിക്കേണ്ട രീതി ആദ്യം പറഞ്ഞുതരാം. വീഡിയോൻ്റെ അവസാനം നമ്മളൊരു അപേക്ഷാ ഫോം തരും. ആ ഒരു ഫോം നിങ്ങൾ പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ടൊരു കത്തൊക്കെ അയക്കുന്ന സാധാരണ പോസ്റ്റൽ കവറില്ലേ, ആ പോസ്റ്റൽ കവറിൽ നിങ്ങൾ അത് പൂരിപ്പിച്ചിട്ട് അതിലിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏത് കമാൻഡൻറ്റിലേക്കാണ്, ഇവിടെ കുറേ കമാൻഡൻ്റ് ഇല്ലേ, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം എഴുതുക, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വേണ്ടിക്ക് ഡൽഹി എഴുതുക, രാജസ്ഥാൻ വേണ്ടിക്ക് രാജസ്ഥാൻ എഴുതുക. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അഡ്രസ്സ് 2 ആയിട്ട് ഇവിടെ കാണുന്ന, ഇത് പോസ്റ്റൽ അഡ്രസ്സാണ്, ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്നതാണ് നിങ്ങൾ, ഇത് എയർഫോഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഈ പിൻ നമ്പർ ഉൾപ്പെടെ ഇത് പോസ്റ്റൽ അഡ്രസ്സാണ്. അപ്പോൾ അവിടെ 2 അഡ്രസ്സായിട്ട് ഇത് കൊടുക്കുക. എന്നിട്ട് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും വെച്ചിട്ട് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. പിന്നെ വേക്കൻസി നോക്കി അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ രാജസ്ഥാനിൽ ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. OBC കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഈ രാജസ്ഥാനിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ജോലി വേണമെന്ന് ഒന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ OBCക്ക് വേക്കൻസി ഇല്ല, നിങ്ങളെ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപേക്ഷിക്കാം, പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. ഇവിടെ STക്ക് വേക്കൻസി ഉണ്ട്. STക്ക് അപേക്ഷിച്ചാൽ അവരുടെ വേക്കൻസി അവർക്ക് തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഒരു ഒഴിവാണുള്ളത്, വേക്കൻസി കുറവാണ് എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട, യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ വേക്കൻസി നോക്കി മനസ്സിലാക്കേണ്ട മെത്തേഡ് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉള്ള വേക്കൻസി അവിടെ, അതായത് SC ST അതുപോലെ തന്നെ OBCക്കുള്ള വേക്കൻസിയിൽ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അല്ലാതെ ജനറലിനുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്, പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓഫ്ലൈൻ അപേക്ഷയാണ്, അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തില്ല, അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ സദേൺ അതുപോലെ തന്നെ വെസ്റ്റേൺ എയർ കമാൻഡ്, അതായത് രാജസ്ഥാൻ അതുപോലെ തന്നെ ഗുജറാത്ത് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം ലോവർ ഡിവിഷൻ പോസ്റ്റാണ്, അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ 10 ഒഴിവുകൾ ടോട്ടൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സദേൺ എയർ കമാൻഡ് നമ്മുടെ ഭാഗത്തുള്ളതിൽ തിരുവനന്തപുരത്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിരുവനന്തപുരം കമാൻഡൻ്റെയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, 2 അഡ്രസ്സായിട്ട് ഇത് എഴുതുക. എന്നിട്ട് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ വെക്കുക. 2 ഒഴിവാണുള്ളത്, ജനറലിനൊന്ന് അതുപോലെ തന്നെ OBCക്കൊന്ന്. SC ST അപേക്ഷിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും, പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് എക്സാമിനും ബാക്കിയുള്ള കാര്യത്തിനൊന്നും പ്രത്യേകം അഡ്വാൻറ്റേജോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ജനറൽ കാറ്റഗറി ആയിട്ട് പരിഗണിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലേക്കുള്ളതാണ്. അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഡൽഹി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബാംഗ്ലൂരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുള്ള കമാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആസാമാണ്. ഇത്രയധികം പോസ്റ്റൽ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇത്രയധികം കമാൻഡിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഓരോരോ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഇനി ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കെല്ലാം കിടക്കാം. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBCക്ക് 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 വേണമെന്നാണ് പറയുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്കിന് LDCക്ക് +2 ആവശ്യമായിട്ടുണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ് പെർ മിനിറ്റിൽ, അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് 30 വേർഡ് പെർ മിനിറ്റിൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞാലെന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മൂഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ പ്രായത്തിലും, അതായത് കൂടുതൽ ഏജ് ഉള്ളവരെ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ജനറൽ കാറ്റഗറി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വയസ്സ് 25ാമത്തെ വയസ്സിൽ അദ്ദേഹം നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 25ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരാൾ അപേക്ഷിച്ചാൽ അയാൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലും പിന്നെ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ബേസിസിലാണ് അവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് എക്സാമിൻ്റെ സിലബസ് ആയിട്ട് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ അവയർനെസ്, ഇതൊക്കെ ആയിരിക്കും എക്സാമിൽ ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക.
റിട്ടൺ എക്സാമിന് 100% ആണ് വെയിറ്റേജ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. കമ്പ്യൂട്ടറിലുള്ള ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അപേക്ഷ തുടങ്ങി 30 ദിവസം വരെയാണ്. 31 അപേക്ഷ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 29 സെപ്റ്റംബർ വരെയാണ്. സെപ്റ്റംബർ 29 പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സെപ്റ്റംബർ മാസം 29 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ഫോം നമ്മൾ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപേക്ഷാ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോം, കൃത്യമായിട്ടുള്ള ഒരു ഫോം താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. സോ ഇതാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് LDC ആണ്. ഏത് യൂണിറ്റിലാണ് ഉള്ളതെന്നും കൂടി ഇവിടെ എഴുതുക. തിരുവനന്തപുരം യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അതേ പ്രകാരം ഇവിടെ എഴുതുക. LDC ഇൻ തിരുവനന്തപുരം, അതിലത്തെ എന്താണ് പറയുന്നത് ആ ഒരു യൂണിറ്റ്. ഡൽഹി ആണെങ്കിൽ ഡൽഹി ഏതാണോ ഉള്ളത് അത് എഴുതുക. എന്നിട്ട് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളിവിടെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇവിടെയും മറ്റൊന്ന് അഡ്മിറ്റ് കാർഡിലും ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ വെച്ച് അയക്കണം. അതായത് നോട്ടിഫിക്കേഷനിൽ താഴെ പറയുന്നുണ്ട്, ജസ്റ്റ് ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് വെച്ച് അയക്കേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുക, ഇല്ലെങ്കിൽ വെക്കണ്ട. NCC ഉണ്ടെങ്കിൽ അത് വെക്കുക. അതുകൊണ്ടാണ് ഓരോന്ന് എടുത്ത് പറയാത്തത്. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം, നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ ഉൾപ്പെടുത്തുക. അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഉൾപ്പെടുത്തുക. ഒറിജിനൽ ഒന്നും കൊടുക്കരുത്, എല്ലാത്തിൻ്റെയും കോപ്പി എടുത്ത് അയക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.